വെൽക്കം ടു അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി. അമിതമായി കോട്ടുവായി ഇടുന്നത് അപകടം, ഒളിഞ്ഞിരിക്കുന്നത് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ. എല്ലാവരും തന്നെ ഇടയ്ക്കിടെ കോട്ടുവായി ഇടുന്നത് പതിവാണ്. ക്ഷീണമോ വിരസതയോ അനുഭവപ്പെടുന്നതിന്റെ ഒരു സാധാരണ ലക്ഷണമാണ് കോട്ടുവായി ഇടുന്നത്. എന്നാൽ ചില ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഒരാൾ അമിതമായി 15 മിനിറ്റിനുള്ളിൽ 3 തവണയിൽ കൂടുതൽ കോട്ടുവായി ഇടുന്നത് അത്ര നല്ലതല്ലെന്ന് പറയുന്നു. ഇത് ചിലപ്പോൾ ചില രോഗങ്ങളുടെയോ ആരോഗ്യസ്ഥിതിയുടെയോ ലക്ഷണമായിരിക്കാം. നിങ്ങളും ഇടയ്ക്കിടെ അമിതമായി കോട്ടുവായി ഇടുന്നവരാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്തുകൊണ്ടാണ് സാധാരണയായി കോട്ടുവായി ഇടുന്നത്? ഉറക്കം അല്ലെങ്കിൽ മയക്കത്തിലോ അമിതമായ ഉറക്കം വരുമ്പോഴോ നമ്മൾ സാധാരണയായി കോട്ടുവായി ഇടുന്നു. നിങ്ങളുടെ ശരീരം ഉണർന്നിരിക്കുന്ന പ്രക്രിയയുടെ ഭാഗമാണ് കോട്ടുവ. വിരസത, കോട്ടുവ സാധാരണയായി വിരസതയുടെ ഭാഗമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ ചുറ്റുപാട് നിങ്ങളെ ഉത്തേജിപ്പിക്കുന്നതല്ലെങ്കിൽ നിങ്ങൾക്ക് മയക്കം അനുഭവപ്പെടും. മസ്തിഷ്ക താപനില നിയന്ത്രിക്കുന്നു. അമിതമായി ചൂടാകുന്ന തലച്ചോറിനെ തണുപ്പിക്കുവാൻ കോട്ടുവ സഹായിച്ചേക്കാം. ചെവിയിലെ മർദ്ദം. ഉയരമുള്ള സ്ഥലങ്ങളിൽ എത്തുമ്പോൾ ഉയരത്തിലെ മാറ്റം കാരണം നിങ്ങൾക്ക് ചെവിയിൽ മർദ്ദം അനുഭവപ്പെടാറുണ്ടാകും. കോട്ടുവായി ഇടുന്നത് നിങ്ങളുടെ ചെവിയിലെ സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു. കോട്ടുവായ്ക്ക് കാരണമാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ. ഉറക്കത്തകരാറുകൾ. നിങ്ങൾക്ക് രാത്രിയിൽ വേണ്ടത്ര ഉറക്കം ലഭിക്കുന്നില്ലെങ്കിൽ അത് ഉറക്കത്തകരാറ് ബാധിച്ചതിനാലാകാം. അത് ഉറക്കമില്ലായ്മ, സ്ലീപ്പിംഗ് ആപ്നിയ, പാരാസോംനിയ, സർക്കാഡിയൻ റിതം ഡിസോർഡേഴ്സ് മുതലായവയാകാം. ഈ തകരാറുകളെല്ലാം ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്നു. നല്ല ഉറക്കം ലഭിക്കാത്തത് കാലക്രമേണ നിങ്ങളിൽ ക്ഷീണത്തിനും കാരണമാകുന്നു. ഇത് കാരണം നിങ്ങൾക്കിടയ്ക്കിടെ കോട്ടുവായി ഇടേണ്ടി വരാം. ഉത്കണ്ഠ എല്ലാവർക്കും പരിചിതമായ ഒരു കാര്യമാണ്. എന്നാൽ ഉയർന്ന അളവിലുള്ള ആശങ്കകൾ നിങ്ങളെ കോട്ടുവായി ഇടാൻ പ്രേരിപ്പിക്കും. ഇത് നിങ്ങളുടെ ശ്വാസവ്യവസ്ഥയെയും ഹൃദയ സമ്മർദ്ദങ്ങളെയും ബാധിക്കും. ഇതെല്ലാം നിരന്തരമായി കോട്ടുവായ്ക്ക് കാരണമാകും. മരുന്നുകളോടുള്ള പ്രതികരണം. ചിലപ്പോൾ നിങ്ങൾ കഴിക്കുന്ന മരുന്നുകൾ നിങ്ങളെ കോട്ടുവായ്ക്ക് കൂടുതൽ ഇരയാക്കും. പ്രത്യേകിച്ച് ഈ മരുന്നുകൾ ക്ഷീണത്തിനും മയക്കത്തിനും കാരണമാകണമെങ്കിൽ അലർജി മരുന്നുകൾ, ആന്റി ഡിപ്രസൻസ്, വേദന സംഹാരികൾ തുടങ്ങിയവ ഇടയ്ക്കിടെ നിങ്ങൾക്ക് കോട്ടുവ വരുത്തുന്നവയാണ്. ഹൃദയ പ്രശ്നങ്ങൾ. ചിലപ്പോൾ കോട്ടുവായ ഹൃദയാഘാതത്തിന്റെ ലക്ഷണമാണെന്നും കണക്കാക്കുന്നു. ഹൃദയാഘാതം ഉണ്ടാകുന്നതിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ ആളുകൾ വളരെയധികം കോട്ടുവ ഇടാറുണ്ടെന്നും പറയുന്നു. അധികമായി കോട്ടുവ ഇടുന്നത് ഹൃദയത്തിന് ചുറ്റുമുള്ള രക്തസ്രാവത്തെ കുറിച്ച് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. തടസ്സം, തലകറക്കം, ഓക്കാനം തുടങ്ങിയ മറ്റു ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ഡോക്ടറെ സമീപിക്കുക. സ്ട്രോക്ക്. ബ്രെയിൻ സ്ട്രോക്ക് തലച്ചോറിനെയും ശരീര താപനിലയും കുറയ്ക്കാനുള്ള ശ്രമത്തിൽ അമിതമായ കോട്ടുവായ്ക്ക് കാരണമായേക്കാം. സ്ട്രോക്ക് മൂലമുണ്ടാകുന്ന പരിക്കിനെ നേരിടാൻ ഇത് തലച്ചോറിനെ സഹായിക്കുന്നു. ഹൈപ്പോഗ്ലൈസീമിയ. അമിതമായ കോട്ടുവായി ഇടുന്നത് പ്രമേഹ രോഗികളിൽ ഹൈപ്പോഗ്ലൈസീമിയയുടെ പ്രാഥമിക സൂചനയായിരിക്കാം. രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് 72-ൽ താഴെയാകുമ്പോഴാണ് ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാകുന്നത്. ബ്രെയിൻ ട്യൂമർ അമിതമായ കോട്ടുവായിലേക്ക് നയിച്ചേക്കാമെന്നും മസ്തിഷ്ക തണ്ടിലെ ക്ഷതങ്ങളുമായി ഇത് ബന്ധപ്പെട്ടിരിക്കാമെന്നും പഠനങ്ങൾ പറയുന്നു. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിലെ കംപ്രഷൻ മൂലവും അമിതമായ കോട്ടുവ ഉണ്ടാകാം. കരൾ രോഗത്തിന്റെ അവസാന ഘട്ടവും അമിതമായ കോട്ടുവായ്ക്ക് കാരണമാകും. ഈ സമയത്ത് അനുഭവപ്പെടുന്ന ക്ഷീണവും ഇതിന് കാരണമാകുന്നു. അമിതമായ കോട്ടുവ ശ്രദ്ധിക്കണം. ഇത് അനേക രോഗപ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുവെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.